നോക്കി നടന്നൂടെ? അയ്യോ 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 നോക്കി തന്നെ ഞാൻ നടന്നത്. ഈ ചെറുക്കന്മാർക്ക് കണ്ണു കാണാൻ വയ്യ. വണ്ടി വരുന്നുണ്ട്. ഇപ്പുറത്ത് നടന്നാൽ മതി കേട്ടാ. നോക്കി നടക്കണ്ടേ? ചോര വരുന്നല്ലോ. ഒരു ഓട്ടോ ഓടിക്കട്ടാ. ആശുപത്രിയിലൊന്നും പോണ്ട. ഇതിന് നാറ്റപ്പൂച്ചെടി എങ്ങാനും പിഴിഞ്ഞ് ഒഴിച്ച് വെച്ച് കെട്ടിയാ മതി. വേദനയില്ലേ? ഈ കയ്യിൽ പിടിച്ചിങ്ങനെ നടക്കുമ്പോ എനിക്ക് വേദനയൊന്നും അറിയത്തില്ല. എന്നെ ഇങ്ങനെ ഈ പനങ്കൊല പോലത്തെ മുടി കാണിച്ച് കുറെ നടത്തിച്ച ആളാ. അയ്യടാ, ഈ മുടി കാണുമ്പോ അങ്ങനെ ആരെങ്കിലും പുറകെ അങ്ങ് നടക്കരുതല്ലോ. മുടി കാണിച്ച് ഇപ്പൊ എന്നെ പൊറ്റാൻ പറഞ്ഞോ? നടക്ക്. പോയിട്ട് കാല് കഴുകി മരുന്നൊക്കെ വെച്ച് കെട്ടാൻ നോക്കി നടക്ക്. ഈ മാവങ്ങ് വളർന്നല്ലേ വേണ്ടേ? എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ പള്ളിക്കൂടം വിട്ട് വരുമ്പോഴത്തേക്ക് നടന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്റെ പുറകേ വരും. അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു മാവുണ്ട്. അത് ആ വഴി രണ്ടായിട്ട് പിരിയുന്ന സ്ഥലത്ത്. മാവിന്റെ ഓർമ്മക്കല്ലേ നമ്മൾ ഈ മാവ് വെച്ചത്? അതെ അതെ. നീ അങ്ങ് പോകുന്നത് നോക്കി നിൽക്കുന്നേ. വിചാരിക്കും ഈ വഴി ഇങ്ങനെ രണ്ടായിട്ട് പിരിയണ്ടല്ലോ. കാര്യം എഴുതരാം. വെള്ളം ഇല്ലല്ലോ. ഇവിടെ ഇരിക്കും. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. വേദന ഇച്ചിരി വേദനയുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കാര്യം ഇങ്ങോട്ട് വെക്ക്. ഇങ്ങോട്ട് നീട്ടി വെക്ക്. പതുക്കെ വേണേ. എനിക്കറിയാലോ. ഇങ്ങോട്ട് നീട്ടി ഒഴിച്ചു കിടക്കാത്തോണ്ടല്ലേ. പതുക്കെ പതുക്കെ. മരക്കാലല്ലേ? മിണ്ടായിരുന്നീ. ശരിയാക്കല്ലേ കാല. ചെറിയ തടവിയാലേ അങ്ങ് ശരിയാവുള്ളൂ. അങ്ങനെ അങ്ങ് മാറി. അടങ്ങി വേണാടാ. അങ്ങനെ നിന്റെ പിറകെ നടക്കണം പറഞ്ഞ എന്റെ കൂട്ടുകാരന്മാരുള്ള കളിയാക്കി തുടങ്ങി. അപ്പൊ ഞാൻ ഒരു എന്ത് ചെയ്തു? വേണ്ട, അവളെ പിറകെ ഇന്ന് പോണ്ട എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് പറ്റി? എനിക്ക് പനി പിടിച്ചാരല്ലേ പറയാൻ പോണത്? എന്നെ ആരെയും കാണാത്തോണ്ടൊന്നുമല്ല, എനിക്കങ്ങനെ പനി വന്നതാ. അപ്പൊ ആ വിശാലാക്ഷിയുടെ അടുത്ത് പറഞ്ഞപ്പോഴല്ലേ ഞാൻ കാര്യം അറിയണത്. പിന്നെ വിശാലാക്ഷി ഇല്ലെങ്കിൽ നിങ്ങളുടെ ചെറുത്ത് കൂടുതൽ വിസ്തരിക്കും. അവളെ സ്വഭാവം അങ്ങനെ. അവളൊരു പാവം പെണ്ണ്. ഇതെങ്ങനെയുണ്ട് ഇപ്പൊ? വേദന കുറവുണ്ടോ? അല്ല, വേദന ശരീരത്തിനല്ലല്ലോ, മനസ്സിനല്ലേ വയസ്സായി കഴിയുമ്പോ വേദന വരുന്നത്. പിന്നെ നമ്മുടെ വിശാലത്തിനെ 2 ആമക്കളല്ലായിരുന്നോ? അത് അവര് രണ്ടുപേരും അങ്ങ് വെളിയിൽ പോയി. കാണാൻ മതി അതല്ല വരുന്നുണ്ടല്ലോ. വിശാലത്തിന് 2 മക്കള്. വിശാലത്തിന് 2 മക്കള്. ഒന്നങ്ങ് അമേരിക്കയിലും ഒന്നങ്ങ് പേർഷ്യയിലും ആയിരുന്നു. ഈ 2 മക്കൾക്ക് അമ്മയെ കൊണ്ടുപോകണം പറഞ്ഞ് എന്തോ ഒരു നിർബന്ധമായിരുന്നെന്ന് അറിയാമോ? നല്ല കാര്യം. എന്നിട്ട് അമേരിക്കയിലാണോ പേർഷ്യയിലാണോ വിശാലം ഇപ്പൊ? അവരിപ്പോ വൃദ്ധസദനത്തില്. ഒന്നാലോചിച്ചാ നമ്മള് ഭാഗ്യമുള്ളവരായിരുന്നു. നമ്മളെ മക്കൾ നമ്മളെ പൊന്നുപോലെയല്ലേ നോക്കണം. അതെ അതെ. ഓരോരോ സ്ഥലത്ത് ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിക്കും. അവർ നമ്മളെ എത്ര പൊന്നുപോലെ സ്നേഹിക്കുന്നതെന്ന്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഭാഗ്യമുള്ളവരാ. അല്ല, എന്നാലും എനിക്ക് തങ്കത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു മനോവിഷമം. അല്ല, അവൾ എങ്ങും എത്താതെ കിടക്കുന്നതല്ലേ. ശരിയാവും. അല്ല, ഹബീൽദാരല്ലേ പറയുന്നത് നമ്മുടെ മക്കളെ നമ്മളെ കണ്ടു പഠിക്കണമെന്ന്. നമ്മളെ കണ്ടു പഠിച്ചത്. നമ്മള് പ്രേമിച്ച എല്ലാം കഴിച്ച് അവളും പ്രേമിച്ച എല്ലാം കഴിച്ച്. എന്നാലും അവനൊരു ജോലി ഇല്ലാതെ പോയതിലാ എനിക്ക് വിഷമം. അതിലൊന്നും കാര്യമില്ല. അവൻ അന്തസ്സായിട്ടല്ലേ നോക്കുന്ന അവളെ. അതൊക്കെ തന്നെ. അവളെന്ന് പറഞ്ഞ അവന് ജീവനാ. അവക്കും അങ്ങനെ തന്നെ. എന്നാലും അവൾക്ക് തൊട്ടപ്പുറത്ത് കനവില്ലേ?
എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും ഓടി വരില്ലേ? അതൊക്കെയല്ലേ ഏറ്റവും വലിയ കാര്യം. പിന്നെ ആ ഒരു സമാധാനമാണ് എനിക്കുള്ളത് ഇപ്പൊ. നമ്മുടെ മക്കൾ ഇങ്ങനെ സ്നേഹിച്ച് കഴിയുന്നതല്ലേ കാണാൻ പറ്റുന്നത്. അതിനേക്കാൾ കൂടെ നമുക്ക് എന്താ വേണ്ടേ? പിന്നെ എല്ലാവർക്കും ഇപ്പൊ നിന്നെ പോലെ ഭാഗ്യം കിട്ടിയെന്ന് വരില്ല. എനക്കൊരു മിടുക്കൻ ചെറുക്കനെ കിട്ടി വെച്ചിട്ട്. അയ്യോ എന്റെ പൊന്നെ, മിടുക്കിന്റെ കാര്യമൊന്നും പറയല്ലേ. വീഴണ്ട. കാല് വയ്യാത്താണ്. ശരി, എല്ലാം കൂടെ വാരി അതിനകത്ത് ഇടല്ലേ. ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി വെക്ക്. ഇതെല്ലാം ആർക്ക് തിന്നാനായിട്ട്? എന്നെ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കോ? ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പോവാ ഞാൻ ഇനിയിപ്പം. ഞാൻ എല്ലാം കൂടെ വാരി ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു നിന്റെ അടുത്ത്. അതിപ്പോ ഉപ്പൊക്കെ കൂടുതലാണ് മനുഷ്യന് വായിൽ വെച്ച് തിന്നാൻ പറ്റണത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഉപ്പ് കൂടിയെന്ന്? നിങ്ങൾ തൊട്ട് നോക്കി നോക്കിയാ? ഞാനല്ലേ അതിന്റെ രുചി നോക്കിയത്. എനിക്ക് മണക്കൊക്കെ പറയാൻ പറ്റും. അയ്യോ, മണത്ത് നോക്കുന്ന ഒരു മന്നൻ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, വീട്ടുകാരെ പറഞ്ഞതല്ല. മുമ്പളെ മര്യാദയ്ക്ക് അടക്കി ഒതുക്കി പറഞ്ഞു വിടണം. പാചകം നല്ല കൃത്യമായിട്ട് ചെയ്ത് പഠിപ്പിച്ചു വിടണം. ഇതൊന്നുമില്ല. എന്നെ എന്താ വേണമെങ്കിലും പറഞ്ഞോളൂ. എന്റെ വീട്ടുകാരെ ആവശ്യമുള്ളത് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്റെ വീട്ടുകാരെ ഇഷ്ടമല്ല. എനിക്ക് നല്ലതുപോലെ അറിയാം. ഇഷ്ടപ്പെട്ടെടുത്താലും മതി. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ ചെറുക്കൻ്റെ കാര്യം എന്തായി? കനകന്റെ കാര്യമല്ല, എന്റെ അഴകേശന്റെ കാര്യം. അതെന്താ കുഴപ്പം? ഒറ്റ കുഴപ്പമുള്ളൂ, നിങ്ങളുടെ അളിയനായി പോയ ഒറ്റ കുഴപ്പം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഓരോരോ കാര്യം പറഞ്ഞത് അങ്ങ് ഒഴിവാക്കും. അവൻ എനിക്ക് അനിയനെ പോലെ തന്നെ. പക്ഷേ ഇപ്പൊ അവന് പെണ്ണ് കിട്ടാത്തതിന് ഈ മണ്ണും പെണ്ണെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതൊരു വിധിയാ. അത് നടക്കുള്ളൂ. തിളച്ച എണ്ണയാണ്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞേക്കാണ്. മോന്തയ്ക്ക് ഒഴിക്കൊന്നുമില്ല, എന്റെ ദേഹത്ത് തെറിക്കും. നിങ്ങൾ ഒന്ന് കൈയിടാൻ നോക്കിയാല്. മാറിയിരിക്കണത് ഞാൻ അത്ര നേരം അവിടെ എല്ലാ കൂട്ടിത്തരം ഞാൻ ഉണ്ടായിരുന്നല്ലേ. ഒന്ന് അടങ്ങി ഇരിക്കുമെങ്കിൽ ഞാൻ ബാക്കി രുചിയായിട്ട് ഉണ്ടാക്കി തരും. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയും കാട്ടിക്കൂട്ടി വെച്ചത് എന്റെ പാട്ടിന് ഞാൻ നാട്ടുകാരൊക്കെ. നിങ്ങൾ അടങ്ങിയിരിക്കും ആദ്യം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ നാനാ സിംഗിന്റെ പെങ്ങളെ അവൻ എന്ത് ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? അവന് ഇഷ്ടമായിരുന്നു. എന്നിട്ട് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവർക്ക് ഇഷ്ടമല്ലായിരുന്നാ? എന്നിട്ട് നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നാ? ഇനി പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിയേറ്റ് മരിക്കുന്നത് ഒരു പട്ടാളക്കാരെ സംബന്ധിച്ച് അഭിമാനമാണ്. പക്ഷെ ഭാര്യയുടെയും അളിയന്റെയും കൈകൊണ്ട് മരിച്ചാലോ? ഞാൻ പിടിച്ചൊക്കെ തള്ളിയിടും. മൊത്തം തേരല്ലേ കണ്ണാപ്പല്ലേ വെള്ളം കുടഞ്ഞിട്ടിട്. അതപ്പുറത്തം കണ്ട കിടപ്പുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. കൈയൊന്നും പൊള്ളിച്ചു വെക്കരുത്. ഞാൻ കാര്യമായിട്ട് പിന്നെ ഞാൻ എന്റെ പുറകെ കിടക്കണ്ടേ? തീയൊക്കെ കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാൻ. അത് കരിഞ്ഞു പോവെന്ന്. പിന്നെ ഞാൻ ആദ്യമായിട്ടില്ലേ അടുക്കള കയറണം. ആളുകൾ കയറിക്കണിച്ച് പട്ടാളക്കാരൻ ഭയങ്കരനാണ്. പപ്പടം കൂടെ വറുത്താ മതിയാ? പപ്പടം കൂടെ വറുത്താ മതിയാന്ന് എനിക്ക് വേണ്ട. നല്ല കാര്യമായി പോയി. വറുത്ത് വേഗം ഇങ്ങനെ തിളച്ച് വരണം. അയ്യോ, അതൊന്നും ആയില്ല, ഇവിടെ കിടക്കട്ടെന്ന്. ഇതങ്ങോട്ട് ചെയ്യാം. ഈ പാത്രോടെ കഴി വെച്ചാലേ ഞാൻ കഴുകാം. ഓ, ഒന്ന് അങ്ങോട്ട് മാറി മനുഷ്യ. എനിക്ക് വലിയ കഷ്ടമാണല്ലോ. എന്നാ പിന്നെ ഇതുകൂടെ കഴുകിട്ടാര്. സാമ്പാർ വയ്ക്കാം. ഒരു സാമ്പാറും കൂടെ അങ്ങ് വയ്ക്കാം. എന്തൊക്കെയായി? സാമ്പാറായി, കപ്പയായി, പുളിശ്ശേരിയായി, മീൻകറിയായി, മീൻ വറുത്തതായി. മതി 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 മതി. പപ്പടം വറുത്തതല്ലോ. ഓക്കെ, പപ്പടം ഞാൻ വറക്കും. കുഴപ്പമില്ലല്ലോ. പണ്ടേ ഇങ്ങനെ ലീവിന് വന്നാൽ എന്റെ പുറകെ നടക്കും ഓരോരോ കാര്യം പറഞ്ഞിടും. മനുഷ്യനെ നാണം കിടത്താനായിട്ട്. പിള്ളേർ വളർന്നൊന്നും ഒരൊറ്റ ചിന്ത പോലും ഇല്ല. ആണോ എന്നാലും മക്കൾ വലുതായ ഒരു മര്യാദ വേണ്ടേ? മക്കൾക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ പറഞ്ഞു ജയിക്കാൻ പോണില്ല ഇനി ആരും. പിന്നെന്താ വേണം?
അത്ര സമർത്ഥന കരിഞ്ഞാണ്ടാ കരിഞ്ഞാണ്ടാ നിങ്ങളല്ലേ തീ കൂട്ടി വെച്ചത്. അപ്പോഴേ ഞാൻ പറഞ്ഞു തീ കൂട്ടി വെക്കരുത്. കരിഞ്ഞ് വാരി എല്ലാം കൂടെ നീ കരിഞ്ഞ നീ നിന്നോളാം. മാറി നീ എപ്പടാ കാല് വയ്യാത്താണ്. കോരി ഇടിങ്ങോട്ട്. ഞാൻ ഇട്ടോളാം. നീ അവിടെ തീ ഉറക്കി. ഒന്ന് പറ തീ കുറച്ച് അത്ര. ഇതൊക്കെ ഇപ്പഴല്ലേ എനിക്കറിയാം. എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. എനിക്ക് വേണ്ടേ? ഈ ഇലയിൽ വേണ്ട. നല്ല ആളാ. ഞാൻ പറയും ഓണത്തിനരി ഇലയിൽ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ആളാണ് ഞാൻ. ലീവിന് വന്നാൽ ഓണത് വരെ എനിക്ക് ഇലയിൽ ഊണ്. നല്ല പരുവത്തിന് ഞാൻ കണ്ട ഞാനാണിത് പൊരിച്ചെടുത്തത് തന്നെ. സമ്മതിച്ച്. അല്ലേ? ശരിയുണ്ട്. ഇങ്ങനെ ആയല്ല. എങ്ങനെയായി? അനകനും ജവന്തിക്കൊക്കെ ഭയങ്കര സന്തോഷമായില്ലേ? അയ്യോ പറയണ്ട. എൻ്റെ ദൈവമേ, ആ കൊച്ചിനെ തറയിലാണോ തലയിലാണോ നടക്കുന്നത്. ഇപ്പൊ സമാധാനമായി. അല്ല, എത്ര നാളത്തെ പ്രാർത്ഥന ആയിരുന്നു. അതൊക്കെ നടന്നു. അല്ലെങ്കിൽ പിന്നെ ഇനി അവനും ഇല്ലേ ആഗ്രഹങ്ങളൊക്കെ. ഭയങ്കര സങ്കടമായിരുന്നു കൊച്ചിനല്ലേ? എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ കൊച്ചിനെ? കൊച്ചിനെ മൂകാംബികന്ന്. മോൻ എങ്ങനെ കിട്ടി? ദത്തെടുത്ത് എഴുത്തൂത്തൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ പറഞ്ഞ? മൂകാംബികന്ന് ദത്തെടുത്തതാ. എഴുത്തുകുത്തി രേഖാമൂലം കൊണ്ടുവന്ന കൊച്ചാ അത്. ദത്തെടുത്തതാ പറഞ്ഞ? എന്ത്? അല്ല, കൊച്ചിനെ വേറെ നമ്മളെ കൊച്ചില്ല വേറെ കൊച്ചിനെ എടുക്കുമ്പോ ദത്തെടുത്തെന്ന് തന്നെ പറയണത്. അല്ലെങ്കിൽ എന്തോ നീ പറയുന്നത്? എനിക്ക് മനസ്സിലാക്കിത്താ പറയുന്നത്. ഒന്നുമില്ല, നീ കഴിയും. പണ്ടേ ഇതാണ് സ്വഭാവം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. ഒന്നും പറയത്തില്ല. നമ്മളെ ഇട്ട് വിഷമിപ്പിക്കും. ഇപ്പൊ എന്ത് വേണം? എന്താ വേണ്ട? ഞാൻ അല്ല, അത് എന്താണെന്ന് പറഞ്ഞു തരണം. ഒരു കാര്യം മതി. അല്ല, കുറച്ചേരം മിണ്ടായിരിക്കുമല്ലോ. പുതിയ നേരിയതാ ഇപ്പൊ അത്രയത്. അതെന്ത്? നോക്കട്ടെ. നരയൊക്കെ ഒന്നല്ല പെണ്ണാനൊക്കെ. അയ്യോ, ഇതിലൊരു മുടി പോലും നരയ്ക്കാനില്ലല്ലോ. ഇത് നരയ്ക്കൂലല്ലോ. നീ എന്താ കരിയൊക്കെ എഴുതാത്തെ? പിന്നെ ഈ വയസ്സംഗത്തിന് ഞാൻ കരി തേക്കാൻ പോവില്ല. ഇങ്ങോട്ട് തേക്ക്. ഇങ്ങോട്ട് കരിയൊക്കെ ഇങ്ങോട്ട് തേക്ക്. എനിക്ക് വേണ്ട. ഇങ്ങോട്ട് തേക്കടിയില്ലേ? ഞാൻ ഇപ്പൊ തേക്കും. ഞാൻ തേച്ചോളാം. മതിയോ? അതെ. നോക്കട്ടെ. നല്ല സുന്ദരിയായി. നീ എന്തായി സിന്ദൂരൊക്കെ ഇടാത്ത? ഇവിടെ ഇനിയിപ്പോ വയസ്സുകാലത്ത് സിന്ദൂരം വേണ്ട. എനിക്ക് വയ്യ. സിന്ദൂരൊക്കെ ഇടണം. ഞാനേ എപ്പോഴും നിന്റെ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ ഇടായിരിക്കും? ഇപ്പോഴും നല്ല ഉറപ്പാണല്ലേ? എത്ര വർഷമായ വീടാണ്. കനകന്റെ ഈ പൈസയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അവന് തോന്നും ഇതൊക്കെ അങ്ങോട്ട് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീട് വെക്കണോ. നീ സമ്മതിക്കില്ല ചേട്ടാ. അങ്ങനെ പുതിയ വീട് വെക്കണമെങ്കിൽ താഴെ വല്ലതും വെക്കാൻ പറഞ്ഞാൽ മതി. കുട്ടിയൊക്കെ അറിഞ്ഞൂടല്ലോ.
ഇത് കട്ടയും കമ്പിയൊന്നും അല്ലല്ലോ. നമ്മളെ സ്നേഹവും നമ്മുടെ സന്തോഷവും നമ്മുടെ സ്വപ്നമൊക്കെ കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ വീടല്ലേ അത്. സ്വർഗം പോലെ നമ്മളത്. ഇത് അതെ ക്ലീറ്റോ പറയുന്നത് ഈ വീട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് ഒന്നിൽ ഇടിച്ചു പൊളിച്ച് കളയണം, അല്ലെങ്കിൽ നല്ല ഫ്ലാറ്റുകാർക്ക് കൊടുക്കണം. നല്ല ഒരു ഫ്ലാറ്റ് കെട്ട് നമുക്ക് ഓരോ ഫ്ലാറ്റും തരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നാട്ടിൻപുറത്ത് പോക്കിരി പോണന്റെ വെടിവെച്ച് കൊല്ലും ഞാൻ. പതുക്കെ പറ, ചേർക്കം കിടന്ന് ബഹളം അറിഞ്ഞൂടാ. ഓ ഇടിച്ചു പൊളിച്ച് കളയാൻ പോണു. നീ കൂടുതലൊന്നും നിൽക്കണ്ട, ഇവിടെ അല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം. അവിടെ ഞാൻ ഇവിടെ ഇരിക്കാം. ഞാൻ എപ്പോഴും അവിടെ ഇരിക്കുന്നില്ല, നീ അവിടെ ചെന്ന് ഇരിക്ക്. പറഞ്ഞേക്ക് വാ, ഇവിടെ നിരി, കാല് നീട്ടി വെച്ച്. ഞാൻ ഇനി പയ്യെ സൂക്ഷിച്ച്, ഇനി പഴുക്കാതെ നോക്കണം കേട്ടാ. പയ്യെ ചാരിരുന്നോ. അങ്ങനെ ഞാന് കാലങ്ങോട്ട് പൊക്കടി, കാല് പൊക്ക്, മേലോട്ട് വെക്ക്. നീട്ടി വെച്ചിരിക്കണം, അപ്പൊ വേദന ഒന്നും വരൂല. ഒരു കാര്യം വേദനയൊക്കെ പെട്ടെന്ന് മാറും കേട്ടാ. സുഖമുണ്ടാ? വേദന കുറവുണ്ടാ? ഇനി പുറത്തിറങ്ങാൻ അമ്പലത്തിലോ പുറത്തങ്ങനെ പോണെങ്കിൽ മക്കളെയും കൂട്ടി വേണം പോവാൻ. ഇല്ലേ വണ്ടി വന്ന് തട്ടും. കൊച്ചു പെണ്ണൊന്നും അല്ല, മുതുകിയായി. അയ്യോ, ഒരു കൊച്ചു ചേർക്കാൻ ഇരിക്കുന്നു മുതുക്കായി. എനിക്കെന്താടി ഒരു കുറവ്? കുറവൊന്നും ഇല്ലായിരുന്നു പണ്ട്. ഈ കൃതാവ് ഒക്കെ വെച്ച് പഴുതാര മീശയും വെച്ച് ഈ കുരുവി കൂടെ ഒക്കെ എന്റെ പുറകെ ഇങ്ങനെ വരുന്ന സമയത്ത് മുതുക്കായി. ഇപ്പൊ എല്ലാം പോയി, മുടിയൊക്കെ പൊഴിഞ്ഞ് മൊട്ട തലയായി. കണ്ണടച്ച് സമാധാനമായിട്ട് ഉറങ്ങിക്കാം, ഞാൻ കൂടെ ഉണ്ട്. പോവല്ലേ, ഇവിടെ തന്നെ ഇരിക്കണം. ഇതുപോലെ എപ്പോഴും എൻ്റെ അടുത്തിരുന്ന എനിക്ക് സന്തോഷമായിരിക്കും എന്നറിയാമോ. പോവല്ലേ. മക്കളെ, ഹവിൽദാർ വന്നിരുന്ന് എൻ്റെ കാലിൽ മുറിവ് വെച്ച് കെട്ടി തന്ന്, എനിക്ക് പൊട്ടിട്ട് തന്ന്, എനിക്ക് കണ്ണെഴുതി തന്ന്, വിശറുണ്ട് എന്നെ വീശി തന്ന്, എനിക്ക് ചോറ് വാരി തന്ന്. അമ്മ ശരിക്കും കണ്ട അച്ഛനെ? ശരിക്കും കണ്ടടി. എങ്ങനെ നമ്മുടെ അച്ഛൻ സുന്ദരനായിട്ടിരിക്കുന്നു? സുന്ദരനായിരിക്കുന്നു, പക്ഷെ മുടിയൊക്കെ അങ്ങ് പോയി, പാവം നരച്ചു പോയി. കൊച്ചിറങ്ങല്ലേ നരക്കായിരിക്കും. അല്ല മാമ, യഥാർത്ഥത്തിൽ അപ്പൊ വന്നോ? ഒരുപാട് സന്തോഷവും ഒരുപാട് സങ്കടമൊക്കെ വരുമ്പോഴേ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളവർ നമ്മൾ അടുത്തുണ്ടാവണം, നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോകും. ഈ ഭയങ്കര ചൂടൊക്കെ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ വിശറി കൊണ്ട് വീശുമ്പോൾ ഒരു നനുത്ത കാറ്റിങ്ങനെ വരൂലേ, തണുപ്പുള്ളൊരു കാറ്റ്, അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ? ആ സുഖത്തിലാമ്മ. Versus Alien.